ഇന്ന് പറയുന്നത് നമ്മൾ നിർത്തിയത് ഈ അമൃത് ഇലക്ട്രിക്കിൻ്റെ വാഹനങ്ങളുടെ അത് കഴിഞ്ഞു. പിന്നെ ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത് കഴിഞ്ഞു. പിന്നെ അതുപോലെ അടുത്ത ക്വസ്റ്റ്യനാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ. രാജ്യസഭയെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകൾ പരിഗണിക്കുകയും ശരിയായ സംയോജനം കണ്ടെത്തുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ രാജ്യസഭ ഭാഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാപനമാണ്. രാജ്യസഭ ഭാഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാപനമാണെന്നുള്ളത് ശരിയാണ്. രാജ്യസഭ ഭാഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാപനമാണ്. അപ്പോൾ രാജ്യസഭയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിൽ ശരിയായത് മാത്രമേ പറയുന്നുള്ളൂ. രാജ്യസഭ ഭാഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാപനമാണ്. അതുപോലെ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുക, അത് ഒരു ലക്ഷ്യമാണ്. ഓക്കെ. അതുപോലെ വൈസ് പ്രസിഡൻ്റാണ് അതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ഈ 3 പ്രസ്താവനകളാണ് ശരിയായത്. രാജ്യസഭ ഭാഗികമായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ്, സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുക, വൈസ് പ്രസിഡൻ്റാണ് അതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. അപ്പോൾ ഇത്രയും ശരിയായ കാര്യങ്ങളാണ് ഈ രാജ്യസഭയെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകൾ. രാജ്യസഭ ഭാഗികമായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ്, അതുപോലെ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുക, വൈസ് പ്രസിഡൻ്റാണ് അതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആലോചിക്കുക. നെക്സ്റ്റ്, ലോകസഭയിലും സംസ്ഥാന നിയമ അസംബ്ലിയിലും ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിനുള്ള സീറ്റ് സംവരണം ഭരണഘടനാ ഭേദഗതി നിയമം ഞാൻ ഒന്നുകൂടി വായിക്കട്ടെ. ലോക്സഭയിലും സംസ്ഥാന നിയമസഭാ അസംബ്ലിയിലും ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിനുള്ള സീറ്റ് സംവരണം ഭരണഘടനാ ഭേദഗതി നിയമം തടഞ്ഞു. അത് 104, 103, 102, 101 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഏത് വകുപ്പ് പ്രകാരമാണെന്നായിരിക്കും. ലോകസഭയിലും സംസ്ഥാന നിയമസഭാ അസംബ്ലിയിലും ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിനുള്ള സംവരണം ഭരണഘടനാ ഭേദഗതി നിയമം ഏത് നിയമമാണ് തടഞ്ഞത് എന്നാണ്. എ ആണ് ആൻസർ. 104 ഭേദഗതി നിയമം തടഞ്ഞത്. സീറ്റ് സംവരണം, ആരുടെ സീറ്റ് സംവരണം? ലോക്സഭയിലും സംസ്ഥാന നിയമസഭാ അസംബ്ലിയിലും ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിനുള്ള സീറ്റ് സംവരണം ഭരണഘടനാ ഭേദഗതി നിയമം തടഞ്ഞത് 104. അടുത്തത് GST കൗൺസിലിലെ അംഗങ്ങളാണ്. ഞാൻ ഓപ്ഷൻസ് വായിക്കാം. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രി, കേന്ദ്ര ധനകാര്യ സഹമന്ത്രി, സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രിമാർ അല്ലെങ്കിൽ നോമിനി. അപ്പോൾ ഇതിലേതാണ് ആൻസർ എന്നുള്ളതാണ്. അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ GST കൗൺസിലിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ബുള്ളറ്റിന് കൊടുത്തതനുസരിച്ച് GST കൗൺസിലിലെ അംഗങ്ങൾ കേന്ദ്ര ധനകാര്യമന്ത്രി. അപ്പോൾ ധനവുമായി ബന്ധപ്പെട്ടതാണല്ലോ GST, അപ്പോൾ ഫിനാൻസായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രി ഷുവറായിട്ടുള്ള ആളാണ്. അതുപോലെ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി, അതുപോലെ സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രിമാർ അല്ലെങ്കിൽ നോമിനി. ഇപ്പോൾ പ്രധാനമന്ത്രി ഇതിലില്ല, ബാക്കി 3 പേര്. അപ്പം ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പോൾ GST കൗൺസിലിലെ അംഗങ്ങൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അത് ആലോചിച്ച് വയ്ക്കാം. ഇതിൽ കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻസിൽ കൊടുത്ത കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. അടുത്തത്, ഒരു പൊതു അധികാരി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കാത്തത് മൂലം മറ്റൊരാൾക്ക് പരിക്കേൽപ്പിക്കപ്പെടുന്നതിന് എതിരെ പുറപ്പെടുവിച്ച റിട്ട്. ഒരു പൊതു അധികാരി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്തം നിർവഹിച്ചില്ല അയാൾ. അപ്പോൾ അതുകൊണ്ട് മറ്റൊരാൾക്കത് പരിക്കേൽക്കപ്പെടുന്നതിനെതിരെ പുറപ്പെടുവിച്ച റിട്ടുണ്ട്. അതേതാണ്? ചോദ്യം മനസ്സിലായെന്നോടി വായിക്കാം. ഒരു പൊതു അധികാരി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്തം. ഒരു ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കാത്തത് കൊണ്ട് അതുകൊണ്ട് മറ്റൊരാൾക്ക് അതൊരു ബുദ്ധിമുട്ടായിത്തീർന്നു. പരിക്കേൽപ്പിക്കപ്പെടുന്നതിനെന്നൊക്കെ പറയുന്നത് മറ്റൊരാൾക്കതൊരു ബുദ്ധിമുട്ടായി. അപ്പോൾ അതിന് എതിരെ പുറപ്പെടുവിച്ച ഒരു റിട്ടാണ് മാൻഡമസ് റിട്ട്. അതായത് ഒരു ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടാത്തത് കൊണ്ട് മറ്റൊരാൾക്കതൊരു ബുദ്ധിമുട്ടായിത്തീരുന്നതിനെതിരെയുള്ള ഒരു റിട്ടാണ് എന്ത്?
മാൻഡമസ് റിട്ട്. അപ്പോൾ മാൻഡമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാൻ മര്യാദയ്ക്ക് പണി എടുക്കാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കി. അപ്പോൾ മാൻഡമസ് റിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രാമങ്ങളിൽ ജനവാസമുള്ള ഗ്രാമപ്രദേശങ്ങളിൽ വീടുകൾ കൈവശം വയ്ക്കുന്ന വില്ലേജ് ഹൗസ് ഉടമകൾക്ക് അവകാശങ്ങളുടെ രേഖ നൽകുന്നതിനും വസ്തുടമകൾക്ക് പ്രോപ്പർട്ടി കാർഡുകൾ നൽകുന്നതിനുമായി 2020 ആരംഭിച്ച കേന്ദ്ര മേഖലാ പദ്ധതി. അതായത് നമ്മുടെ ഗ്രാമങ്ങളിലുള്ള ജനവാസ ഗ്രാമപ്രദേശങ്ങളിലെ വീടുകൾ കൈവശം വയ്ക്കുന്നതിന്, അതുപോലെ രേഖ നൽകുന്നതിനും അതിന് അവകാശപ്പെടുന്ന രേഖകളൊക്കെ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് വസ്തുടമകൾക്ക് പ്രോപ്പർട്ടി കാർഡ് നൽകാനും ഉദ്ദേശിച്ചിട്ട് 2020 ഒരു പദ്ധതി ആരംഭിച്ചു. ആ പദ്ധതിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് വായിക്കാം. സ്വാമിത്വ രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ, ഗ്രാമപഞ്ചായത്ത് വികസന പദ്ധതി, ഈ പഞ്ചായത്ത്. ആൻസർ വരുന്നത് സ്വാമിത്വ ആണ്. സ്വാമിത്വ എന്താണ്? ഗ്രാമങ്ങളിലെ ജനവാസമുള്ള ഗ്രാമപ്രദേശങ്ങളിൽ വീടുകൾ കൈവശം വയ്ക്കുന്ന വില്ലേജ് ഹൗസ് ഉടമകൾക്ക് അവകാശങ്ങളുടെ രേഖ നൽകുന്നതിനും വസ്തുടമകൾക്ക് പ്രോപ്പർട്ടി കാർഡുകൾ നൽകുന്നതിനും 2020 ആരംഭിച്ച കേന്ദ്ര മേഖലാ പദ്ധതിയാണ് സ്വാമിത്വ. താഴെ പറയുന്നവ പരിഗണിക്കുകയും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെ കുറിച്ചുള്ള, അതായത് KSIDCയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുകയും ചെയ്യുക. താഴെ പറയുന്നവയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ KSIDC എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതിനെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന നമ്മൾ തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, വ്യാവസായിക നിക്ഷേപ പ്രോത്സാഹനത്തിനായി സംസ്ഥാനത്തിൻ്റെ പ്രീമിയർ ഏജൻസി നിർബന്ധിതമായി വൻകിട ഇടത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സുഗമമാക്കുക, ധനസഹായം നൽകുക എന്നിവയാണ് പ്രാഥമിക ലക്ഷ്യം. അതായത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം, നമ്മുടെ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും സുഗമമാക്കാനും ധനസഹായം നൽകാനും ഉള്ളത് ഒരു കോർപ്പറേഷൻ, നമ്മുടെ കേരളത്തിലുള്ള ഒരു സ്ഥാപനമാണ് KSIDC. ഓക്കെ, ഇനി കേരളത്തിൽ ഏത് നിക്ഷേപത്തിനും ഏകജാലക സൗകര്യമാണുള്ളത്. അതുപോലെ വ്യവസായിക വളർച്ചയ്ക്ക് ആവശ്യമായ ഭൗതികവും സാമൂഹികവും അടിസ്ഥാന സൗകര്യങ്ങളും വികസനം ഉത്തേജിപ്പിക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്നതെല്ലാം ശരിയാണ്. വ്യവസായത്തിൻ്റെ ഇതായിട്ടുള്ള രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സിനൊക്കെ സഹായിക്കുന്നതാണ് KSIDC. അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ ഈ പരീക്ഷയ്ക്ക് കൊടുത്തിരിക്കുന്നതെല്ലാം അതിൻ്റെ പ്രാഥമിക ലക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ അതുപോലെ നമുക്കിനി വരുന്ന പരീക്ഷയിൽ വ്യവസായം എന്ന് കേട്ടാൽ ഉടനെ എഴുതരുത്, വായിച്ചു നോക്കുക. വ്യവസായങ്ങളുടെ ഉന്നമനത്തിനാണോ ഉള്ളത്, അങ്ങനെ ഈ KSIDCനെ കുറിച്ചൊക്കെയാണെങ്കിൽ വായിച്ചു നോക്കിയിട്ട് മാത്രം ഓപ്ഷൻസ് നന്നായി വായിക്കുക. കാരണം വ്യവസായം എന്ന് കേട്ട പാടെ നമ്മൾ ചിലർ OMR ഷീറ്റിൽ എടുത്തരും, പക്ഷെ അത് നന്നായി ശ്രദ്ധിക്കണം. വ്യവസായത്തിൻ്റെ നിക്ഷേപ പ്രോത്സാഹനത്തിനായി, അതുപോലെ വ്യവസായങ്ങളെ വൻകിട ഇടത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സുഗമമാക്കുക, ധനസഹായം നൽകുക, അങ്ങനെയൊക്കെ പോയിന്റുകളൊക്കെയാണ് നമുക്കത് ശരിയാണെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, മുതിർന്ന പൗരന്മാർക്ക് നല്ല ആരോഗ്യം, പങ്കാളിത്തം, ജീവിത നിലവാരം ഉറപ്പാക്കൽ എന്നിവയ്ക്കായി എല്ലാ പഞ്ചായത്തുകളെയും വയോജന സൗഹൃദമാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാന വയോജന നയം 2013 കേരളത്തിലാണത് ബന്ധപ്പെട്ട പുതിയ സംരംഭം ഏതാണെന്നാണ്. വയോ അമൃതമാണോ, വയോമിത്രമാണോ, വയോജന സൗഹൃദ പഞ്ചായത്താണോ, അത് മുകളിൽ പറഞ്ഞതെല്ലാമാണോ എന്നാണ് ക്വസ്റ്റ്യൻ. മുതിർന്ന പൗരന്മാർക്ക് നല്ല ആരോഗ്യം, പങ്കാളിത്തം, ജീവിത നിലവാരം അതൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എല്ലാ പഞ്ചായത്തുകളിലും വയോജന സൗഹൃദമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി വയോജന സൗഹൃദ പഞ്ചായത്ത്. അപ്പോൾ അതിൽ ആ ചോദ്യത്തിൽ തന്നെയുണ്ട് ആൻസർ അല്ലേ. അതായത് മുതിർന്ന പൗരന്മാർക്ക് ആരോഗ്യം, പങ്കാളിത്തം, ജീവിത നിലവാരം, എന്നിട്ട് എല്ലാ പഞ്ചായത്തിലും വയോജന സൗഹൃദമാക്കി മാറ്റുന്നതിനുള്ളൊരു പദ്ധതി. അതിപ്പോൾ എന്താണ്? വയോജന സൗഹൃദ പഞ്ചായത്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫലപ്രദമായ കോമൺ സർവീസ് സെൻ്ററുകളുടെ നെറ്റ്വർക്ക്, അതായത് CSC, ഫലപ്രദമായ കോമൺ സർവീസ് സെൻ്ററുകളുടെ നെറ്റ്വർക്ക് കേരളത്തിൽ ഒരൊറ്റ മേൽക്കൂരയിൽ പൊതുജനങ്ങൾക്ക് G2C, G2B കൂടാതെ B2C സേവനങ്ങളും എത്തിക്കാൻ വിഭാവനം ചെയ്യുന്നു.
ഫലപ്രദമായ കോമൺ സർവീസ് സെൻ്ററുകളുടെ നെറ്റ്വർക്ക് കേരളത്തിൽ ഒരൊറ്റ മേൽക്കൂരയിൽ പൊതുജനങ്ങൾക്ക് ഈ C2C G2Bയും അതുപോലെ G2Bയും G2Cയും ഒക്കെ സേവനങ്ങൾ എത്തിക്കാൻ ആരാണ് വിഭാവനം ചെയ്യുന്ന ഒരു സംഭവം ഏതാണെന്നാണ്? ഗവേണൻസ് ആണോ, ജില്ലകളാണോ, അക്ഷയയാണോ, ഫ്രണ്ട്സ് ആണോ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ അക്ഷയ പോകുന്നത് എന്തിനാണ്? നമ്മുടെ സർവീസസ് ചെയ്യാനല്ലേ. അപ്പോൾ ബില്ലടയ്ക്കാനും ഒക്കെ നമ്മൾ അക്ഷയയിൽ പോകാറുണ്ട്. അപ്പം അക്ഷയ കേന്ദ്രങ്ങളാണ് നമുക്ക് ശരിക്കും സർവീസ് സെൻറ്ററുകൾ. അപ്പം നമ്മളത് ആലോചിച്ചാൽ മതി. നമുക്ക് സർവീസസ് ഒക്കെ ചെയ്തു തരുന്നത് അക്ഷയ സെൻറ്ററുകളാണ്. അപ്പോൾ G2C എന്ന് വെച്ചാൽ ഗവൺമെൻറ് ടു കസ്റ്റമർ, G2B എന്ന് വെച്ചാൽ ഗവൺമെൻറ് ടു ബിസിനസ്, അതുപോലെ B2C എന്ന് വെച്ചാൽ ബിസിനസ് ടു കസ്റ്റമർ. അപ്പോൾ എല്ലാ സേവനങ്ങളും എത്തിക്കാൻ ഈ അക്ഷയക്ക് സാധിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോകായുക്തയെയും ഉപലോകായുക്തയെയും നിയമിക്കുന്നത് ഡാഷിൻ്റെ ശുപാർശകൾ പ്രകാരമാണ്. ലോകായുക്തയെയും ലോകായുക്തയെയും നിയമിക്കുന്നത് ആരുടെ ശുപാർശകൾ പ്രകാരമാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, മുഖ്യമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി, അതുപോലെ നിയമസഭാ സ്പീക്കർ, അതുപോലെ ഒരു പ്രതിപക്ഷ നേതാവ്, ഈ 3 പേരുടെയും ശുപാർശകൾ പ്രകാരമാണ് ലോകായുക്തയെയും ഉപലോകായുക്തയെയും ഒക്കെ നിയമിക്കുന്നത്. ആരുടെ ശുപാർശയാണ്? മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്. അപ്പോൾ അത് മറക്കരുത്. പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കറും കൂടിയാണ് ലോകായുക്തയെയും ഉപലോകായുക്തയെയും നിയമിക്കുന്നത്. ഇവരുടെയൊക്കെ ശുപാർശ പ്രകാരമാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു ചേരുംപടി ചേർക്കാനാണ്. അതിൽ ഓരോന്നും എന്തിനുള്ള കമ്പനിയാണ് എന്നുള്ളതാണ് നമ്മൾ ചേരുംപടി ചേർക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇമ്പാക്റ്റ് കേരള. അത് എന്തിനു വേണ്ടിയിട്ടുള്ള കമ്പനിയാണ്? ഇമ്പാക്റ്റ് കേരള അസറ്റ് സൃഷ്ടിക്കുന്നതിനുള്ള കമ്പനിയാണ്. കമ്പനി. അതുപോലെ JNNURM അതാണ് രണ്ടാമത്തെ. അത് എന്തിനുള്ളതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. സുസ്ഥിര നഗര അടിസ്ഥാന സൗകര്യ സേവനം ആണ്. സുസ്ഥിര നഗരാടിസ്ഥാന സൗകര്യ സേവനമാണ് JNNURM. അടുത്തതാണ് കില. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാദേശിക ഭരണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുക. അടുത്തത് സുലേഖ. പ്ലാൻ മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ ആണ്. സുലേഖ എന്താണ്? പ്ലാൻ മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ ഇമ്പാക്റ്റ് കേരള അസറ്റ് സൃഷ്ടിക്കുന്നതിനുള്ള കമ്പനി JNNURM, നഗരപ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യം അതിനെ പറ്റിയിട്ടുള്ളത്. സുലേഖ പ്ലാൻ മോണിറ്ററിംഗ്, കില പ്രാദേശിക ഭരണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കാം. ഇതൊക്കെ ആലോചിച്ച് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നിന്നും 2 ലോക്സഭാ സീറ്റുകൾ വീതമുള്ള സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പ് തിരിച്ചറിയുക. താഴെ പറയുന്നവയിൽ നിന്ന് 2 ലോക്സഭാ സീറ്റ് വീതമുള്ള സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പ് തിരിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം താഴെ പറയുന്നവയിൽ നിന്നാണ് 2 ലോക്സഭാ സീറ്റുകളുടെ വീതമുള്ള സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പ് തിരിച്ചറിയേണ്ടത്. അപ്പം ഞാൻ ശരിയായത് പറയാം. ത്രിപുര, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ. ഇതിൽ നിന്നാണ് 2 ലോക്സഭാ സീറ്റുകൾ വീതമുള്ള സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ത്രിപുര, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവയാണ്. ത്രിപുര, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ. ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ ആണ് ഡാഷ്. ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ ഏതാണ്? ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ എന്ന് പറയുന്നത് B3 ആണ്. 26ാമത്തെ ക്വസ്റ്റ്യനാണിതിൽ. അത് B3 ആണ് ആൻസർ വരുന്നത്. എന്താണ്? ആൻറ്റി പെല്ലഗ്ര ഈസ് B3. ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ B3. ശ്വാൻ ഏത് സെല്ലുകളുടെ ഭാഗമാണ്? ശ്വാൻ ഏത് സെല്ലുകളുടെ ഭാഗമാണ്? ന്യൂറോണിൻ്റെയാണ് അല്ലേ? നമ്മൾ ന്യൂറോൺ പഠിക്കുമ്പോൾ അത് പഠിക്കുന്നുണ്ട്, ശ്വാൻ സെല്ലുകളെ പറ്റി. ശ്വാൻ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് അനുവാഹകർ വഴി പകരുന്നത്? അനുവാഹകർ വഴി പകരുന്ന
രോഗം ഏതാണെന്നാണ്. അനുവാഹകർ വഴി പകരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മലേറിയയാണ് അനുവാഹകർ വഴി പകരുന്ന ഒരു രോഗം. മലേറിയ, അനുവാഹകർ വഴി പകരുന്നത് മലേറിയ. സ്നേഹപൂർവം പദ്ധതി വിഭാവനം ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ അനാഥരായ കുട്ടികളെ തിരിച്ചറിയാനും പിന്തുണയ്ക്കാനുമാണ് സ്നേഹപൂർവം പദ്ധതി കേരള സർക്കാർ വിഭാവനം ചെയ്തത്. സ്നേഹപൂർവം പദ്ധതി വിഭാവനം ചെയ്യുന്നത് കമ്മ്യൂണിറ്റിയിലെ അനാഥരായ കുട്ടികളെ തിരിച്ചറിയാനും പിന്തുണയ്ക്കാനുമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം? ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് അമിതവണ്ണം നമ്മുടെ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ്. അതുപോലെ ടൈപ്പ് 2 പ്രമേഹം നമ്മുടെ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ്. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ പാർക്കിൻസൺസ് ഡിസീസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ശരിയായത് മാത്രം ഞാൻ പറയാം. ഈ പാർക്കിൻസൺസ് രോഗം വഴി നമ്മുടെ നാഡീകോശങ്ങളുടെ തകരാറും മരണവുമാണ് അതുമൂലം സംഭവിക്കുന്നത്. നാഡീകോശങ്ങളുടെ തകരാറും മരണവും ഒന്നാമത്തെ കാര്യം. പിന്നെ അതുപോലെ ഒരു ഡീജനറേറ്റീവ് ഡിസോർഡറാണ് ഈ പാർക്കിൻസൺസ് എന്ന് പറയുന്ന ഡിസീസ് ഒരു ഡീജനറേറ്റീവ് ഡിസോർഡറാണ്. അതുപോലെ നാഡീകോശങ്ങളുടെ തകർച്ചയും മരണവും സംഭവിക്കാം. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ശ്വാസകോശ രോഗമാണ് എന്നുള്ളതാണ്. അത് തെറ്റാണ്. അപ്പോൾ ശരിയായത് ഏതാ? ഒരു ഡീജനറേറ്റീവ് ആയിട്ടുള്ള ഡിസോർഡറാണ്. അതുപോലെ നാഡീകോശങ്ങളുടെ തകരാറും മരണമാണ് സംഭവിക്കുക പാർക്കിൻസൺസ് രോഗത്തിലൂടെ. അപ്പോൾ ഇന്ന് നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഇനിയുള്ളത് കണക്കുകളാണ്. അത് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യും. ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കാതെ പോവില്ല. അപ്പം ഫസ്റ്റ് നമ്മൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. അപ്പോൾ എന്തൊക്കെ കവർ ചെയ്തെന്ന് ഒന്നും കൂടി നോക്കാം. രാജ്യസഭയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുകയും ശരിയായ സംയോജനം കണ്ടെത്തുകയും ചെയ്യുക. രാജ്യസഭ ഭാഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാപനമാണ്. സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നു. വൈസ് പ്രസിഡൻ്റാണ് അതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ഇത്രയും കാര്യങ്ങളാണ് രാജ്യസഭയെക്കുറിച്ചിട്ടുള്ള പ്രസ്താവനകൾ. ഏതൊക്കെയാണ്? രാജ്യസഭ ഭാഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാപനമാണ്. അതുപോലെ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുക എന്നുള്ളതാണ് അതിൻ്റെ ധർമ്മം. വൈസ് പ്രസിഡൻ്റാണ് അതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. എനിക്ക് തോന്നുന്നു 10 ക്വസ്റ്റ്യൻസ് അല്ല, അതിന് 2-3 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ നമ്മൾ പറഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ 2 ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പം അപ്പോൾ 10-11 തന്നെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്തത് ലോക്സഭയിലും സംസ്ഥാന നിയമസഭാ അസംബ്ലിയിലും ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിനുള്ള സീറ്റ് സംവരണം ഭരണഘടനാ ഭേദഗതി നിയമം തടഞ്ഞത് ഏതാണ്? 104 വെച്ചാണ് അല്ലേ നമ്മൾ പറഞ്ഞു. അതുപോലെ GST കൗൺസിലിലെ അംഗങ്ങൾ ആരൊക്കെയാണ് നമ്മുടെ GST കൗൺസിലിലെ? കേന്ദ്ര ധനമന്ത്രി, കേന്ദ്ര ധനകാര്യ സഹമന്ത്രി, സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രിമാർ അല്ലെങ്കിൽ നോമിനി. അടുത്തത് ഒരു പൊതു അധികാരി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടാത്ത മൂലം മറ്റൊരാൾക്ക് പരിക്കേൽക്കപ്പെടുന്നതിനെതിരെ പുറപ്പെടുവിച്ച റിട്ടാണ് മാൻഡമസ് റിട്ട്. ദേശീയ പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് തെറ്റ്? ആ ചോദ്യം ഞാൻ നാളെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതിലെനിക്കൊരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ ഞാനത് നാളെ ഡിസ്കസ് ചെയ്യാം. ഗ്രാമങ്ങളിൽ ജനവാസമുള്ള ഗ്രാമപ്രദേശങ്ങളിൽ വീടുകൾ കൈവശം വയ്ക്കുന്ന വില്ലേജ് ഹൗസ് ഉടമകൾക്ക് അവകാശങ്ങളുടെ രേഖ നൽകുന്നതിനും വസ്തുടമകൾക്ക് പ്രോപ്പർട്ടി കാർഡുകൾ നൽകുന്നതിനുമായി 2020 ആരംഭിച്ച കേന്ദ്രമേഖലാ പദ്ധതി സ്വാമിത്വമാണ്. ഗ്രാമങ്ങളിൽ ജനവാസമുള്ള ഗ്രാമപ്രദേശങ്ങളിൽ വീടുകൾ കൈവശം വയ്ക്കുന്ന വില്ലേജ് ഹൗസ് ഉടമകൾക്ക് അവകാശങ്ങളുടെ രേഖ നൽകും വസ്തു ഉടമകൾക്ക് പ്രോപ്പർട്ടി കാർഡ് നൽകുന്നതിനുമായി 2020 ആരംഭിച്ച കേന്ദ്രമേഖലാ പദ്ധതി സ്വാമിത്വം. ഒന്നും കൂടിയും അത് നോക്കട്ടെ. അതെ, സ്വാമിത്വം തന്നെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നും വേണ്ട, കാരണം ഞാൻ ആൻസർ നോക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ. ശരിയായത് മാത്രം കണ്ടെത്തിയിട്ടാണ് പറയുന്നത്. സ്വാമിത്വ 19ാമത്തെ ആണ് ഈ ബുള്ളറ്റിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനാണിത്. ഗ്രാമങ്ങളിലെ ജനവാസമുള്ള ഗ്രാമപ്രദേശങ്ങൾ വീടുകൾ കൈവശം വയ്ക്കുന്ന വില്ലേജ് ഹൗസ് ഉടമകൾക്ക് അവകാശങ്ങളുടെ രേഖ നൽകുക വസ്തു ഉടമകൾക്ക് പ്രോപ്പർട്ടി കാർഡ് നൽകാൻ 2020 ആരംഭിച്ചതാണ് സ്വാമിത്വം.
അതുപോലെ താഴെ പറയുന്നവയിൽ KSIDCയുടെ ശരിയായ പ്രസ്താവന തിരിച്ചറിയാം. നമുക്കറിയാം KSIDC എന്താണ്? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ വ്യവസായികമായ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നത് KSIDC തന്നെയായിരിക്കും. വ്യവസായ നിക്ഷേപ പ്രോത്സാഹനത്തിനായി സംസ്ഥാനത്തിൻ്റെ പ്രീമിയർ ഏജൻസി നിർബന്ധിതമായി വൻകിട ഇടത്തരം സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സുഗമമാക്കുക, ധനസഹായം നൽകുക, കേരളത്തിലെ ഏത് നിക്ഷേപത്തിനും മികച്ച അടക്ക സൗകര്യം, വ്യവസായിക വളർച്ചയ്ക്ക് ആവശ്യമായ ഭൗതികവും സാമൂഹികവും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഉത്തേജിപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ KSIDCയുടെ ധർമ്മം. മുതിർന്ന പൗരന്മാർക്ക് നല്ല ആരോഗ്യം, പങ്കാളിത്തം, ജീവിത നിലവാരം ഉറപ്പാക്കൽ എന്നിവയ്ക്കായി എല്ലാ പഞ്ചായത്തുകളും വയോജന സൗഹൃദമാക്കി മാറ്റുന്നതിന് സംസ്ഥാന വയോജന നയം 2013 ബന്ധപ്പെട്ട പുതിയ സംരംഭം ഏതാണ്? വയോജന സൗഹൃദ പഞ്ചായത്ത്. ഫലപ്രദമായ കോമൺ സർവീസ് സെൻ്ററുകളുടെ CSC കേരളത്തിൽ ഒരൊറ്റ മേൽക്കൂരയിൽ പൊതുജനങ്ങൾക്ക് G2C, G2B കൂടാതെ B2C സേവനങ്ങളും എത്തിക്കാൻ വിഭാവനം ചെയ്യുന്നത് അക്ഷയ. ലോകായുക്തയെയും ഉപലോകായുക്തയെയും നിയമിക്കുന്നത് ആരുടെ ശുപാർശകൾ പ്രകാരമാണ്? ലോകായുക്ത, ഉപലോകായുക്തയൊക്കെ നിയമിക്കുന്നത് ആരൊക്കെയാണ്? മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്. അതുപോലെ ഇമ്പാക്റ്റ് കേരള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റ് സൃഷ്ടിക്കുന്നതിനുള്ള കമ്പനി. JNNURM സുസ്ഥിര നഗര അടിസ്ഥാന സൗകര്യ സേവനം. KALA എന്ന് പറയുന്നത് പ്രാദേശിക ഭരണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുക. സുലേഖ പ്ലാൻ മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ നിന്നും 2 ലോക്സഭാ സീറ്റുകൾ വീതമുള്ള സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പ്. ത്രിപുര, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ. ഇതൊക്കെയാണ് ത്രിപുര. അപ്പോൾ നമ്മളോട് പറഞ്ഞ 2 ലോക്സഭാ സീറ്റുകൾ വീതം. ഇതൊന്ന് നോക്കിക്കോണം. അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ, ത്രിപുര. നമ്മുടെയൊക്കെ 2 ലോക്സഭാ സീറ്റുകൾ വീതമുള്ള സംസ്ഥാനങ്ങളാണ് ത്രിപുര, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ. ആൻറ്റിപെലഗ്ര വിറ്റാമിൻ B3. ആൻറ്റിപെലഗ്ര B3 ശ്വാന ഏത് സെല്ലുകളുടെ കോശമാണ്? ഏത് ഭാഗമാണ്? ന്യൂറോണിൻ്റെ. താഴെ പറയുന്നതിൽ ഏത് രോഗമാണ് അനുവാഹകർ വഴി? അപ്പോൾ അനുവാഹകർ വഴി പകരുന്ന രോഗം മലേറിയയാണ്. അടുത്തിടെ വാർത്തകൾ ഇടം നേടിയ പാർക്കിൻസൺ ഡിസീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡീജനറേറ്റീവ് ഡിസോർഡറാണ്. അതുപോലെ ഇതിൽ ശ്വാസകോശ രോഗം അല്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത് കേട്ടാൽ തന്നെ നമുക്കറിയാമല്ലോ അതല്ലാണ്. ഓപ്ഷൻസിൽ ഒരുപാട് തെറ്റ് കൊടുത്തിട്ട് 2 ശരി ഉത്തരം കൊടുത്തേക്കാണ്. ഒരു ഡീജനറേറ്റീവ് ഡിസോർഡറാണ്. അതുപോലെ ഇതുവഴി മരണവും സംഭവിക്കുക, അതുപോലെ നാഡീകോശങ്ങളുടെ തകരാറ് സംഭവിക്കുക. ഇത് രണ്ടുമാണ് ഇതിൻ്റെ പാർക്കിൻസൺസ് രോഗത്തിൻ്റെ കാര്യങ്ങൾ. ഇനി പറഞ്ഞിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതാണ് ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം? അമിതവണ്ണം, അതുപോലെ ടൈപ്പ് 2 പ്രമേഹം. ഇത് രണ്ടുമാണ് ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം. അടുത്തത് പറയുന്നത് സ്നേഹപൂർവ്വം പദ്ധതി വിഭാവനം ചെയ്ത് ആർക്ക് വേണ്ടിയിട്ടാണ്? കമ്മ്യൂണിറ്റിയിലെ അനാഥരായ കുട്ടികളെ തിരിച്ചറിയാനും പിന്തുണയ്ക്കുക. അപ്പോൾ അവർക്കാണ് സ്നേഹം കൂടുതൽ വേണ്ടത് അല്ലേ? അമ്മമാരുടെ സ്നേഹം. ഇതിൽ മാത്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മാത്സ് അവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കി നോക്കാം. ഇത് കുറച്ച് ഒരു നാളെയും മറ്റന്നാളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കഴിയും. അപ്പം എല്ലാവരും നല്ല അതായിട്ടിരിക്കുക. നമുക്ക് ഈ ഒരു PSC ബുള്ളറ്റിൻ്റെ പേജസ് കഴിക്കണം. ഇതിപ്പോൾ 8ാമത്തെ പേജാണ് കേട്ടോ. ഇതിപ്പോൾ 6ാമത്തെ പേജാണ്. ഈ 2 പേജ് നമുക്ക് ഒരു കുറച്ച് മാത്സ് ഉണ്ട്. ചിലപ്പോൾ ഒരു 2 ദിവസം 3 ദിവസം എടുക്കും ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കഴിയാൻ വേണ്ടിയിട്ട്. പിന്നെ മാനസിക ശേഷി നിരീക്ഷണ പാഠഭാഗത്തിലേക്കാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കലയും സാഹിത്യവും നോക്കണം. പിന്നെ പൊതുവിജ്ഞാന ദർപ്പണം, അതുപോലെ ലേറ്റസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഗണിതം ഇനി ലളിതം, അത് നമുക്ക് ചെയ്ത് പഠിക്കാം. അതുപോലെ എൻറിച്ച് യുവർ GK എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ അത് നമുക്ക് വേണമെങ്കിൽ എൻറിച്ച് യുവർ GK നമുക്ക് നാളെ ഒന്ന് എക്സ്ട്രാ നോക്കാം. അതുപോലെ ഗ്രാമർ ടെസ്റ്റ് ചെയ്യാം. വിശകലനം വിജയത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു അതല്ലെങ്കിൽ നാളെ വിശകലനം വിജയത്തിലേക്കുള്ളത് ഒന്ന് വായിക്കാം. അത് പെട്ടെന്ന് ചിലപ്പം കഴിയും. 2 പേജുണ്ട്, പക്ഷേ ഒരു പേജ് വെച്ച് എക്സ്ട്രാ എടുക്കാം. പിന്നെ സമകാലികം, അങ്ങനെ അതോടുകൂടി അത് കഴിയാണ് PSC ബുള്ളറ്റിൻ. കുറച്ച് പാർട്ടേ ഉള്ളൂ. അപ്പം ഈ ഒരു ഇതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് കൂടുതൽ ഞാൻ നോക്കുന്നത്. കാരണം അതിൽ നിന്ന് ഒരുപാട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ട് അതിൽ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, റിവൈസ് ചെയ്യുക. അപ്പോൾ ഇന്നലെ പഠിച്ചത് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഇന്നലെ എന്തൊക്കെ പഠിച്ചു എന്ന് ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ ഇന്നലെ പഠിച്ചത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ്.
അതിൻ്റെ ശരിയായ പ്രസ്താവനകൾ നമ്മൾ പഠിച്ചു അല്ലേ. സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം 1953 ആന്ധ്രയും തമിഴ്നാടും ഭാഷാപരമായ സംസ്ഥാനങ്ങളായി നിലവിൽ വന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു റിവൈസ് പോലെ നമുക്ക് പറയാം. 53 ഒരു ജസ്റ്റിസ് ഫസൽ അലി, KM പണിക്കർ, പത്മനാഭ മിശ്ര എന്നിവരെ തുടങ്ങിയ പുനഃസംഘടന കമ്മീഷനെ നിയമിച്ചു. അതുപോലെ 56 പാസ്സാക്കിയ സംസ്ഥാന പുനഃസംഘടന 14 സംസ്ഥാനങ്ങൾക്ക് 16 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും വേണ്ടി വ്യവസ്ഥ ചെയ്തു. അതുപോലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് ജയപ്രകാശ് നാരായൺ, ഫോർവേഡ് ബ്ലോക്ക്, സുഭാഷ് ചന്ദ്രബോസ്, 1939, പഞ്ചാബ് നവജവാൻ ഭാരത് ഭഗത് സിംഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, MN റായ്, സാധു ജനദൂതൻ, വാമ്പാടി ജോൺ ജോസഫ്, ഹരിജൻ, KP വള്ളൺ, മിതവാദി ശ്രീകൃഷ്ണൻ, അൽ ഇസ്ലാം, വക്കമൗലവി. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ വായിച്ച് പോകാം. നമുക്ക് താഴെ തന്നിരിക്കുന്ന വരാനിക്ക് G20 ഉച്ചകോടി ആയുധേയത്വം അയക്കുന്ന നഗരങ്ങളുടെ പേരുകൾ മാത്രം ഉൾക്കൊള്ളുന്നത് കുമരകം, കൊൽക്കത്ത, മുംബൈ, കൊച്ചി. താഴെ പറയുന്ന പരിഗണന തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. അപ്പം നമുക്ക് ശരിയായത് മാത്രം പഠിച്ചാൽ മതി. അർജൻറ്റീനയുടെ പുൽമേടുകൾ പമ്പകൾ. സിറോക്കോ ഇറ്റലിയിൽ രക്തമഴ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാം. താഴെ പറയുന്നവയിൽ ഓപ്പൺ GIS സോഫ്റ്റ്വെയർ ഏതൊക്കെ? QGIS-ഉം അതുപോലെ സാഗയുമാണ്. ഇനി ഇതിലെ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലാണ് ഡോൾഡ്രംസ്. അതുപോലെ ബ്രഹ്മപുത്ര നദി ചമയങ്ങും ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ക്ലൗഡ് ഫോറിൻ്റെ സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കാൻ ആരുപയോഗിക്കുന്നു? ISONF ഉപയോഗിക്കുന്നു. കുന്തിപ്പുഴ ഒഴുകുന്നത് സൈലന്റ് വാലി. അമൃത എന്തിന് പ്രസിദ്ധമാണ്? ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കാൻ, ഡീകാർബണൈസേഷൻ ത്വരിതപ്പെടുത്താനൊക്കെയാണ് ലക്ഷ്യമിടുന്നത്. ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത് എന്തിൻ്റെ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും അനുസരിച്ചാണ്? ക്യാബിനറ്റ് മിഷൻ 1946. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്തു. ഇനി നാളെ അത് വീണ്ടും റിവൈസ് ചെയ്യും. എന്നിട്ട് വീണ്ടും അടുത്ത ടോപ്പിക്കിലോട്ട് പോകും. ഓക്കെ.